പൂജയ്ക്ക്. ഭാമേ, ദേ എല്ലാത്തിനും ഒരു പരിധി ഉണ്ട് കേട്ടോ. വീട്ടിൽ വരുന്ന അതിഥികളെ അപമാനിക്കരുത്. ഈ ശാരദാമ്മ എന്ത് കുറ്റം ചെയ്യുന്ന? അയ്യോ അങ്കിൾ അങ്ങനെ വിചാരിച്ചു കളയല്ലേ. ഇവിടെ ഇപ്പൊ ആരാ അതിഥി? ഞാനല്ലേ. പറഞ്ഞു വരുമ്പോ ശാരദാമ്മ ഈ വീട്ടിലെ ബന്ധുക്കാര് തന്നെയല്ലേ. ഇത് നമുക്കൊക്കെ ഇടയിലൊരു കുശലാന്വേഷണമായിട്ട് കൂട്ടിയാ മതി. ഭാമേ, നിന്റെ കൂട്ടുകാരുടെ മകളാണെന്ന് കരുതി ക്ഷമിക്കുന്നതിനൊരു പരിധിയുണ്ട്. തലയ്ക്ക് അസുഖമാണെങ്കിൽ അറിവും വിവേകമുള്ളവരുടെ മുമ്പിൽ അഴിഞ്ഞാടാൻ വിടുകയല്ലേ വേണ്ടത്. കൊണ്ടുപോയി നെല്ലിക്കത്തളം വെക്ക്. രാഘവേട്ട, ഇവിടെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. വേദിയുടെ അലമാര വെച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ കാണാനില്ല. അയ്യോ, എത്ര പവനാണെന്ന് തിട്ടപ്പെടുത്തിയിട്ടില്ല. അവളുടെ മുഴുവൻ ആഭരണങ്ങളും കുഞ്ഞിന്റെ കുറച്ച് ആഭരണങ്ങളും. ദത്തെടുക്കൽ ചടങ്ങായതുകൊണ്ട് കുഞ്ഞിനെ അണിയിക്കാൻ ആഭരണങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് ഇന്നലെ പകലും ഞാൻ അലമാര തുറന്ന് പരിശോധിച്ചതാ. ഇപ്പോ സ്വർണ്ണലക്ഷ്മി പൂജയ്ക്ക് വേണ്ടി അലമാര തുറന്നു നോക്കിയപ്പോ കണ്ണിക്കൊടുക്കാനുള്ള പൊന്നുപോലും അതിലില്ല. ഭാമേ, നീ എന്താ പറയുന്നേ? അങ്കിൾ ഇനി മനസ്സിലായില്ലേ? മോഷണം, നല്ല വൃത്തിയായിട്ടുള്ള മോഷണം. മോഷണോ? അതിനോട് ആര് മോഷ്ടിക്കാനാ? സത്യഭാമയുടെ മകളുടെ മുറി കടന്ന് അവളുടെ ആഭരണങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോകാൻ ചങ്കുറപ്പുള്ള ഒരു മോഷ്ടാവും ഈ നാട്ടിലോ മറുനാട്ടിലോ ഇല്ല രാഘവേട്ട. പിന്നെ സ്വർണ്ണം ആരെടുത്തുന്നാ? അതിനുള്ള മറുപടിയാ നമുക്കിപ്പോ വേണ്ടത്. ദത്തെടുക്കൽ ചടങ്ങിന് വസുമതി ആന്റി മകളും അടക്കം പലരും ഇവിടെ വരികയും പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ അങ്കിൾ അതിനിടയ്ക്ക് കയറാതെ. ഒരു മോഷണാവുമ്പോ ആരെയും സംശയിക്കാമല്ലോ. ഭണ്ഡാരപ്പെട്ടി തുറന്നിരുന്ന ദൈവം പോലും കട്ടുപോകുന്നല്ലേ. ഭണ്ഡാരപ്പെട്ടി തുറന്നു വെച്ചതായി ഇവിടെ ചെയ്ത തെറ്റ്. അവൾക്കിപ്പോഴും എല്ലാം കേൾക്കുകയും അറിയുക എല്ലാം ചെയ്യാം. ഇനി എന്റെ മോൾക്ക് വേണ്ടിയ ജീവിതം എന്നൊക്കെ ഒരു ഭീഷ്മ പ്രതിജ്ഞ നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ എന്റെ അമ്മ. പക്ഷെ അത് പറഞ്ഞ എന്റെ അമ്മ ഒരു 10 മിനിറ്റ് തികച്ചിരുന്നിട്ടുണ്ടോ അവളുടെ റൂമില്? അപ്പോഴും അമ്മയ്ക്ക് ചേർത്ത് പിടിച്ചടക്കം ഇവിടെ ഒരാളുണ്ടല്ലോ, ഒരു കൂട്ടുകാരിയുടെ മോള്. സത്യം പറയമ്മേ, ഇവളാണോ അതോ നമ്മുടെ പ്രീതിയാണോ അമ്മ പ്രസവിച്ച മോള്? ആയിക്കോട്ടെ, അമ്മയുടെ ഇഷ്ടം ആർക്ക് വേണമെങ്കിലും വാരി കോരി കൊടുത്തോ. പിടിച്ചു വാങ്ങാൻ കഴിയുന്നല്ലോ അത്. പക്ഷേ അതിന്റെ പേരിൽ എന്റെ ഭാര്യയുടെ മേൽ കൈവയ്ക്കാൻ ഞാൻ സമ്മതിക്കില്ല. തകർന്നു, ഈ കുടുംബം തകർന്നു. പോലീസ് വന്നെന്ന് തോന്നുന്നു. പോലീസോ? ഇവിടെ ഒരു മോഷണം നടക്കുകയും ആഭരണങ്ങൾ കാണാതാവുകയും ചെയ്തതല്ലേ. ഭാമാന്റെ അർജുനേട്ടനെ വിളിച്ച് ആഭരണങ്ങളെ കുറിച്ച് അന്വേഷിക്കുമ്പോ ഞാൻ പോലീസിനെ വിളിച്ച് കംപ്ലൈന്റ് ചെയ്തിരുന്നു. അല്ല, മോഷണം നടത്തിയത് ശാരദാമ്മയാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല കേട്ടോ.
കുറ്റവാളി ആരായാലും പിടിക്കപ്പെടണമെന്നും ആഭരണങ്ങളെ തിരിച്ചു കിട്ടണമെന്നും കരുതിയിട്ടാ. എവിടെ പോലീസ്? നോക്കട്ടെ. പോലീസും ആമേ, നീ പറ, പോലീസൊന്നും വേണ്ടാന്ന്. ഇത് നമ്മുടെ വീട്ടിലെ കാര്യമാ. പിള്ളേ, താനൊരു പറഞ്ഞോട്ടെ, ഈ വീട്ടിലെ കാര്യങ്ങളിൽ പോലീസ് ഇടപെടണ്ട. ആ അങ്ങനെ പറഞ്ഞ എങ്ങനെ അങ്കിൾ? ദേ, നീ മിണ്ടരുത്. ഓ, ഇത്ര എത്തിച്ചിട്ട് ഇയാള് കൊളാക്കോ? പിള്ളേ, താനങ്ങോട്ടൊന്ന് പറഞ്ഞോളെ. എന്താടോ പിള്ളേ? എങ്ങോട്ടാ ഇത്ര തിരക്കിട്ട്? ആ അതെ, ഇവിടെ ഒരു മോഷണം നടന്നതായിട്ട് വിവരം കിട്ടിയിട്ട് വന്നതാ. ആരാ? ഇയാളാണോ കള്ളൻ? അയാളെ വിടണം സഹദേവൻ. എന്ത് അക്രമമായി കാണിക്കുന്നത്? സത്യം നമ്മളെ വീട്ടിൽ ഷോ കാണിക്കുക. വിഷ്ണു, മാള. ഞാൻ മറന്നു, സത്യാമ്മയുടെ പേഴ്സണൽ വീഡിയോഗ്രാഫർ അല്ലേ ഇയാള്? ഈ പിള്ളേച്ചൻ. മനസ്സിലായില്ല. ഇതിൽ എന്തോന്നാ ഇപ്പൊ മനസ്സിലാക്കാനുള്ളത്? ഞാൻ നേരത്തെ ജോലി ചെയ്തിരുന്ന നാടുകളിലൊക്കെ അങ്ങനെയായിരുന്നു. എന്തു വെച്ച്? നിങ്ങളെപ്പോലെ അനധികൃത പണമിടപാടും അല്പസ്വല്പം ഗുണ്ടായുസമൊക്കെ ഉള്ള കക്ഷികളുണ്ടല്ലോ. പിന്നെ അവർക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോലീസിൽ നിന്ന് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോ നമ്മളങ്ങ് കണ്ണടച്ചു കൊടുക്കും. ഇങ്ങ് തന്നെ പിള്ളച്ചേട്ടാ, ദാ കാണ. സത്യാമ്മയ്ക്കൊരു അത്യാവശ്യം വന്നാ ഞാൻ സഹായിക്കും. അതുപോലെ എനിക്കും എന്തെങ്കിലും ഒരു ആവശ്യം വന്നാ സത്യാമ്മയെ സഹായിക്കണം. വിഷ്ണു, ഇവിടെ സത്യഭാമയുടെ ശബ്ദത്തിന് മീതെ ഉയരണ്ട ഒരു ശബ്ദവും. ശത്രുവാരെന്നും മിത്രവാരെന്നും ഈ സത്യഭാമ തീരുമാനിക്കും. അത് കഴിഞ്ഞിട്ട് മതി അമിതാവേശവും കൈക്കരുത്തും ഒക്കെ. ഞാനിവിടെ വന്നിരിക്കുന്നതേ സത്യഭാമയുടെ മുമ്പിൽ കൈകെട്ടി നിന്ന് അവരുടെ പലിശ പണം എണ്ണി വാങ്ങാനൊന്നും അല്ല, പോലീസിന് കിട്ടിയ ഒരു പരാതി അന്വേഷിക്കാന്. ഞാൻ ചെയ്തിട്ടില്ല. സത്യമേ, ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ മോഷ്ടിച്ചിട്ടില്ല. ആമേ, നിന്നോടത് പറയാനാ പറഞ്ഞു. നീ എന്തൊക്കെയാ ചെയ്തു വെച്ചിരിക്കുന്നത്? മോളെ, മോളെ, നീ ഒന്ന് പറയും മോളെ. സാറേ, മോനെ വിഷ്ണു, ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞു? മോനെ ഒന്ന് പറയാൻ. ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തിട്ടില്ല മോനെ. ചാർലി, വീടന്നെ. സഹദേവ, സത്യമേ, ഞാൻ മോഷ്ടിച്ചിട്ടില്ല. പിള്ളേ, നീ വാ. ശാരദ മോഷ്ടിച്ചിട്ടില്ലാന്ന്.
ആരെങ്കിലും ഒന്ന് പറ, ശാരദ മോഷ്ടിച്ചിട്ടില്ലാന്ന്. ശാരദാമ്മേ, സാറേ, ശാരദ മോഷ്ടിച്ചിട്ടില്ല. ഹ, അതൊക്കെ നമുക്ക് സ്റ്റേഷനിൽ ചെന്നിട്ട് തീരുമാനിക്കാം. പിടിച്ച് കയറ്റവരെ വണ്ടിയിലേക്ക്. നിന്ന് നാടകം കാണുന്നോ? സാറേ, മോളെ. മോളെ. സഹദേവ ശാരദാമ്മയല്ല. നീ എന്നെ ജോലിയെ സമ്മതിക്കും വിഷ്ണു. ആരെതിർത്താലും ഇവരെ ഞാനിന്ന് ഇവിടുന്ന് കൊണ്ടുപോകും. മോനെ വിഷ്ണു, മോനൊന്ന് പറയ്, ഞാൻ ചെയ്തിട്ടില്ലാന്ന്. മോളെ, നീ ഒന്ന് പറയും മോളെ, ഞാൻ ചെയ്തിട്ടില്ല. പിടിച്ച് കയറ്റിവരെ വണ്ടിയിലേക്ക്. വിഷ്ണു, വിഷ്ണു, ശാലിനി, വിഷ്ണു, എന്നെ കൊണ്ടുപോലെന്ന് പറ മോളെ. വലിയ തരക്കേടില്ലാത്ത സർവീസിലിരുന്ന സഹദേവന്റെ കഷ്ടകാലം അന്നു തുടങ്ങിയതാ. അറിയാലോ, സർവീസ് ബുക്കിൽ ഒരു ബ്ലാക്ക് മാർക്ക് വീണ അതെന്നേക്കൊരു കറയാ. ഈ പറയെടുപ്പെന്നൊക്കെ പറയില്ലേ വിഷ്ണു, ദേവിയുടെ തിടമ്പം കൊണ്ട് ഓരോ വീട്ടുവാതുക്കലും വന്ന് നിൽക്കുന്ന ആനയുടെ അവസ്ഥ. അതുപോലായിരുന്നു സഹദേവന്റെ കാര്യവും. സഹദേവൻ കാണാത്ത ഒരു സ്റ്റേഷനും ഇല്ല. 6 മാസം കൂടുമ്പോ ട്രാൻസ്ഫർ. ഒരുപാട് ഏമാമാരുടെ കാല് കഴിയും വീടുപണി ചെയ്തൊക്കെ തന്നെയാ ഒടുവിൽ ഇങ്ങോട്ടൊരു ട്രാൻസ്ഫർ ശരിയാക്കി വന്നത്. അതും വിത്ത് പ്രമോഷൻ. എന്നിട്ടെന്തായി? നീ ഈ നിൽക്കുന്നവളുടെ കമ്മീഷൻ അമ്മയൊക്കെ കൂടി അത് ചുരുട്ടിക്കൂട്ടി കൈ വെച്ച് തന്നു. വീണ്ടും സസ്പെൻഷൻ, പണിഷ്മെന്റ്, ട്രാൻസ്ഫർ. സഹദേവനിപ്പോ വന്നിരിക്കുന്നത് കോഴിക്കോട്ട് നിന്നാ. നിന്നെ പോലെ എനിക്കും ഭാര്യയും മക്കളോ കൊണ്ട് വിഷ്ണു. അവരെ ഞാൻ എവിടെ താമസിപ്പിക്കും? കുട്ടികളെ ഏത് സ്കൂളിൽ പഠിപ്പിക്കും? ആറ് മാസം കൂടുമ്പോ സഹദേവന് പറയുന്നല്ലേ കുടുംബവും കുട്ടികളെയൊക്കെ തോളിലെടുത്ത് വെച്ചോണ്ട്. സഹദേവ, ഞാൻ പറയുന്നൊന്നും. അതുകൊണ്ട് പകയുണ്ടെങ്കിൽ അത് വീട്ടിയിരിക്കും വിഷ്ണു. ഈശ്വര, ശാരദനെ എന്തിനാ ജീവിക്കുന്നത്? ശാരദയുടെ മക്കളിനെ എങ്ങനെ പുറത്തിറങ്ങും? വണ്ടി ഇറോ. മോളെ ശാലിനി, മോളെ ശാലിനി, വിഷ്ണു, മോനെ ശാലിനി, എന്നെ കൊണ്ടുപോലെന്ന് പറ മോനെ. ശാലിനി, മോനെ, അയ്യോ, ശാലിനി. ഇതിനു മുൻപ് ഒരാള് മാത്രമേ സത്യഭാമയുടെ കൈ തടുത്തിട്ടുള്ളൂ. അതേ ഇവള്. അത് ഞാൻ എന്റെ മകൾക്ക് വേണ്ടിയിട്ടാണല്ലോ എന്ന് ഓർത്ത് ക്ഷമിച്ചു. അന്ന് ഇവളെനിക്ക് ആരുമല്ലായിരുന്നു. പിന്നെ ഉപായത്തിലൂടെ ഇവളെന്റെ വീട്ടിൽ കയറി പറ്റി, ഇവന്റെ ഭാര്യയായിട്ട്.
പിന്നീട് നടന്നതൊന്നും ഓർമ്മിക്കാൻ തന്നെ എനിക്കിഷ്ടമല്ല. എന്റെ മകളുടെ ഗർഭം മറച്ചു വെച്ചത് മുതൽ അവള് പെരുവഴിയിലൊരു പാലത്തിനിടയിൽ പ്രസവിക്കേണ്ടി വന്നതുവരെ. അമ്മേ, അത് എടാ, സത്യഭാമയുടെ കൈ മാത്രല്ല വാക്ക് നടക്കാറായോ നീ? ഇനി എന്റെ അവസാനത്തെ ചോദ്യമാ. ഇവളുടെ അമ്മ ഇവിടെ നിന്ന് സ്വർണം മോഷ്ടിച്ചു. അമ്മ സംസാരിക്കേട്ടടാ. അത് ചോദ്യം ചെയ്ത് ഇവളെ അടിച്ചു. ഒന്നല്ല 2 വട്ടം. അത് എന്റെ മുന്നിൽ വെച്ച്. അത് ചോദിക്കാൻ ചെന്നപ്പോഴാ നീ എന്റെ കൈ തടുത്തത്. ആരോടാ കാരണക്കാരി? അമ്മേ, ഞാൻ പറഞ്ഞോട്ടെ. ചോദിച്ചതിന് ഉത്തരം മാത്രം മതി വിഷ്ണു. പറ, ആരാ കാരണക്കാരി? ശാലിനി, വിഷ്ണു, അതെ അച്ഛാ. ശാലിനി വീട് വിട്ട് പോണം. കേട്ടില്ലേ നീ പറഞ്ഞത്? ഇറങ്ങി പോവാൻ. ഇറങ്ങാം. ആ, എന്നാ വൈകിക്കണ്ട, പൊക്കോ.
പറഞ്ഞു. ഒരിക്കലും അങ്ങനെ പറയുന്നു. ഒരു കുറവും വരില്ല. ഇത് ശാലിനിയുടെ വാക്ക്. ഞാനും എന്റെ അമ്മയും എന്റെ സ്വർണം എടുത്തിട്ടില്ല പ്രീതി. ഇത് നീയെങ്കിലും ഒന്ന് വിശ്വസിക്കണം. ശാലിനി പടി ഇറങ്ങും. ഒരു കുറ്റവാളിയായി. ആന്റി, സുസ്മിത, എന്താ ആന്റി? സുസ്മിത മോള് അവള് മോളെ കൊണ്ടുപോകാൻ ഒരു കാരണവശാലും സമ്മതിക്കരുത്. ഓ, അതാണോ കാര്യം? ആ നടിച്ചീറിനെ ഇവിടെ പിടിച്ച് നിർത്തിയിട്ട് എന്താണാവോ കാര്യം? മോളെ കൊണ്ട് എങ്ങോട്ടാ? എന്നോട് ഇറങ്ങിപ്പോവാനല്ലേ പറഞ്ഞത്? നിന്നോടെ പോവാൻ പറഞ്ഞിട്ടുള്ളൂ, മോളെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ജീവിക്കുന്നിടത്തായിരിക്കും എന്റെ മോളും ജീവിക്കുന്നത്. നിന്റെ മോളോ? ഇതേ പ്രീതി പ്രസവിച്ച കുഞ്ഞാ. മോളെ അവളുടെ അച്ഛൻ എനിക്ക് ദത്ത് നൽകിയത് മറന്നുപോയോ നീ? സ്വന്തം അച്ഛനും അമ്മയായ അർജുനെയും പ്രീതിയെയും കാൾ കുഞ്ഞിന്റെ മേലുള്ള അവകാശം ഇനി ഇവർക്കായിരിക്കും. ഒരവകാശ തർക്കം വന്നാലും കോടതി ഇവർക്ക് അനുകൂലമായ വിധിക്കും. അപ്പോ ഞാൻ പറഞ്ഞല്ലോ, മറ്റാരേക്കാളും അവകാശം. അതൊരു അലങ്കാരത്തിന് വേണ്ടിയുള്ള ചടങ്ങായിരുന്നില്ല. നിയമപ്രകാരം രേഖയാക്കിയിട്ടുണ്ട്. സംശയമുള്ളവർക്ക് കോടതിയിൽ പോവാം, അർജുനേട്ടനടക്കം. പക്ഷെ കോടതിയും എനിക്ക് അനുകൂലമായ വിധിക്കും. പിന്നെ ചോദിക്കാൻ അവകാശമുള്ള ഒരാളുണ്ട്, ഇവളുടെ ഇപ്പോഴത്തെ അച്ഛൻ.
മോളെ ഞാൻ നോക്കണ്ടെന്ന് അദ്ദേഹം പറയില്ലെന്ന എന്റെ വിശ്വാസം. ആന്റി, അവള് മോളെ വെച്ച് കളിച്ച് സെന്റിമെന്റ്സ് ഉണ്ടാക്കി ഇവിടെ കടിച്ചു തൂങ്ങാനുള്ള പ്ലാനാണ്. ആമേ, നമ്മുടെ പ്രീതിയുടെ കുഞ്ഞിനെ കൂടെ തെരുവിലേക്ക് ഇറക്കിടാൻ പോവാണോ നീ? 4 ക്ലാസ് പഠിച്ചിട്ടുണ്ടോ നീ? ആമേ, നീ എന്തൊക്കെയാ പറയുന്നേ? പറയട്ടെ അച്ഛാ, പറയട്ടെ. സത്യഭാമ എന്നുള്ളൊരു ലേബല് മതിയായിരുന്നു ഇന്നലെ വരെ വിഷ്ണുവിന്. ഈ ജനിക്കുന്ന അമ്മയായിരുന്നു ദൈവം. ഇതുപോലെ ആ ദൈവം ചതിക്കുമെന്നോ തള്ളി പറയുമെന്നോ ഒരു മുഹൂർത്തം സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അമ്മയ്ക്ക് വേണ്ടി ചാവേറായിട്ട് ഇറങ്ങിയപ്പോ പഠിക്കാനും മറന്നു. പക്ഷെ ഏറ്റവും വലിയ പാഠമാണല്ലോ അമ്മ ഇപ്പൊ എനിക്ക് പഠിപ്പിച്ചു തന്നത്. ചെറിയൊരു വാക്ക് തെറ്റിയ പെറ്റ മക്കളെ പോലും തള്ളി പറയുന്നു. അമ്മ പറഞ്ഞല്ലോ സത്യാമ്മയുടെ വീട്ടിൽ ഉണ്ണാനും മുടുക്കാനും പഞ്ഞുമില്ലെന്ന്. എന്റെ ഭാര്യയ്ക്കിന് ഊണ് ഉടുപ്പൊന്നും വേണ്ടമ്മേ. അവൾക്ക് വേണ്ടാത്തതൊന്നും എനിക്കും വേണ്ട, ഞങ്ങളുടെ മോൾക്കും. എടാ, നീ ഒരു പഴമൊഴി കേട്ടിട്ടുണ്ടോ? ഞാനും മുതലച്ചാരും കൂടി ആടിനെ വിഴുങ്ങിയെന്ന് മുതലയുടെ തലയിലിരുന്ന് തവള വീമ്പു പറഞ്ഞ കഥ. സത്യഭാമയില്ലെങ്കിലേ ആ തവളയുടെ അത്രയുള്ളടാ നീ. മനസ്സിലായോ? നീ പുറത്തിറങ്ങുമ്പോഴേ ആൾക്കാര് ബഹുമാനത്തോടെ വഴി ഒഴിഞ്ഞു തരുന്നുണ്ടെങ്കിലേ അത് നിന്റെ ഈ മസില് കണ്ട് പേടിച്ചിട്ടൊന്നുമല്ല. ഈ എന്നോട് സത്യഭാമയോടുള്ള ആദരവ് കൊണ്ടാ. ഉണ്ണാനങ്ങോട്ട് കൈ കഴുകി വന്നിരുന്നാലേ മേശപ്പുറത്ത് തനിയെ നിരക്കുന്നതല്ലടാ ഭക്ഷണം. അതിനെ അധ്വാനിക്കണം, ശരീരം വിയർക്കണം. അയ്യോ, എന്റെ മോന് ശീലമില്ലാത്തതല്ലേ ഇതൊക്കെ. ഞാനൊന്ന് വേർത്തു നോക്കട്ടമ്മ. എടാ, ഈ സത്യഭാമയുടെ പേര് പറഞ്ഞ എവിടെയും വീടും ഭക്ഷണമൊക്കെ സൗജന്യമായിട്ട് കിട്ടും നിനക്ക്. കൊറേ കാലമേ അങ്ങനെ ജീവിക്കാൻ നിനക്ക്. ആ സൗജന്യം എനിക്ക് ഇനി ആവശ്യമില്ല. ഈ നിമിഷം നമ്മൾ വേർപിരിയ. സത്യഭാമയും വിഷ്ണു ഇനി ഒന്നല്ല, രണ്ട്. ഈ സത്യഭാമയുടെ മകൻ തന്നെയല്ലേ ഞാനും? സത്യഭാമയേക്കാൾ വലുതാവും വിഷ്ണു. ഇതെന്റെ ശപഥോ. മോനെ, നീ വീടുവിട്ട് പോകുമ്പോഴേ ചങ്ക് പറഞ്ഞു പോടാ അച്ഛന്റെ. എന്നാലും സാരമില്ലടാ, ഇപ്പൊ നീ എടുത്തത് ഉചിതമായ തീരുമാനമാ. ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ സ്വന്തം പെണ്ണിനെ കൈവിട്ട് കളയുന്ന നല്ലതാണ്. ഇങ്ങനെ പൊതിഞ്ഞ് പിടിക്കുന്നവനാടാ. നീ നന്നാവും മോനെ, നന്നാവൂടാ, നന്നാവും.
എന്റെ ഭാര്യയ്ക്ക് കിട്ടാത്ത അനുഗ്രഹം എനിക്കും വേണ്ട. ഇത് വലിയ കഷ്ടമായല്ലോ. വിഷ്ണുവായിട്ട് എന്തിനാ പോന്നെ? തടയാൻ ഒരു വഴിയും കാണുന്നില്ലല്ലോ. പോട്ടാച്ചാ, ഞാൻ നിന്നോട് ചെയ്തതിനെല്ലാം എന്നോട് ക്ഷമിക്കണം ശാലിനി. ആയുരാരോഗ്യ സൗഖ്യങ്ങളും സമ്പൽ സമൃദ്ധിയും എല്ലാം തന്ന് ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇനി ഇതെല്ലാം നോക്കി നടത്താൻ യോഗ്യ സത്യഭാമയല്ല, ശാരദാമ്മയുടെ മകൾ ശാലിനിയ. സാറേ, എടോ, എന്റെ മക്കൾ ഇനിയെന്താ? വീണ്ടും പൊട്ടി. ശ്ശെ. എടോ, അത് സേഫ്റ്റി പിന്നൊന്നും നിൽക്കും തോന്നുന്നില്ല. ശരിയാ. ഇനിയിപ്പം എന്താ ചെയ്യാ? ഇനി ഇത് കളഞ്ഞേക്കല്ലേ? ബാധ്യതകൾ ഉപേക്ഷിച്ചുള്ള യാത്രയില് പൊട്ടിച്ചെരുപ്പൊരു ഭാരമാവണ്ട. സത്യഭാമയെ സംബന്ധിച്ചേ ഇതാപ്പ വിഷ്ണു. ഉപയോഗവും കഴിഞ്ഞ് തേഞ്ഞ് വാറും പൊട്ടി ചുമന്നുകൊണ്ട് കിടക്കുന്നൊരു ഭാരം. വഴി കിടന്നൊരു മുട്ടുകമ്പല് കിട്ടിയ അത് തിരക്കി ആരെങ്കിലും വരുമെന്ന് പറഞ്ഞ്
അരപ്പട്ടിണി കിടക്കുമ്പോഴും അതെടുത്ത് സൂക്ഷിച്ചു വെക്കുന്ന ശാരദ അങ്ങനെ കള്ളിയായി അല്ലേ? ചിലപ്പോ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ലോകത്ത് ജീവിക്കാൻ കൊള്ളാത്ത ഒരാളാ ഞാനെന്ന്. പെറ്റമ്മയ്ക്ക് മക്കളെ സംശയം, കൂടപ്പിറപ്പുകൾക്ക് പരസ്പരം കണ്ടുകൂടാ, മക്കൾക്ക് അച്ഛനമ്മമാരെ വേണ്ട. അങ്ങനെ സന്ദർഭത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് ജീവിക്കുന്നവരാ എല്ലാവരും. അക്കൂട്ടത്തിൽ ഞാൻ മാത്രം എല്ലാവരെയും വിശ്വസിച്ചും സ്നേഹിച്ചും. ഗോപാലേട്ടൻ എങ്ങനെയാ ഇവിടെ? അതൊന്നും പറയാതിരിക്കുക ഭേദം. ജനറൽ ആശുപത്രി വരെയുള്ള കഥ ശാരദയ്ക്ക് അറിയാലോ. എല്ലാം ഉപേക്ഷിച്ച് കാശിയിലോ രാമേശ്വരത്തോ പോയി ശിഷ്ടജീവിതം നയിക്കണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോഴൊരു കരട് മനസ്സിൽ കിടന്നു. എന്റെ കുഞ്ഞുങ്ങളുടെ കാതിലെ കമ്മലും താലിമാലയൊക്കെ പണയം വെച്ചാണല്ലോ എന്നെ ചികിത്സിച്ചതെന്ന്. ഞാൻ അവർക്ക് എന്തെങ്കിലും കൊടുക്കുന്നതിന് പകരം അവരാണല്ലോ ഉള്ളതെല്ലാം ഊറ്റിയെടുത്ത് എനിക്ക് തന്നതെന്ന്. ശാരദ ഇനി അത് ഉണ്ടാക്കിയെടുക്കാൻ എത്ര കാലം കഷ്ടപ്പെടേണ്ടി വരുമെന്ന്. നീ പറയുന്ന പോലെ ജന്മം കൊടുത്താൽ മാത്രം അച്ഛനാവില്ലല്ലോ. ആ കടവെങ്കിലും വീട്ടാതെ പോയാ ഏത് പുണ്യഭൂമിയും എനിക്ക് ശാപമോക്ഷം തരില്ലെന്ന്. ഏത് ഗംഗയും മുങ്ങിക്കുളിച്ചാലും ആ പാപബോധം മാറില്ലെന്ന് തോന്നി. ജനറൽ ആശുപത്രിയിൽ നിന്ന് ഞാൻ നേരെ പോയത് വീട്ടിലേക്കാ. ചെന്നപ്പോ വീട് പൂട്ടിക്കിടക്കുന്നു. വീടിന് മുന്നിലൊരു ബോർഡ്, ഈ വീടും സ്ഥലവും ജപ്തിയില്ലെന്ന്. ഒരു വീടല്ല എനിക്കുള്ളതെന്ന് ശാരദയ്ക്ക് അറിയാലോ. രാജേശ്വരിയും ബാലേന്ദ്രനും അവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് കരുതി ഞാൻ അവിടെയൊക്കെ തിരക്കി ചെന്നു. എല്ലായിടത്തും അത് തന്നെ സ്ഥിതി. വീടും സ്ഥാപനങ്ങളും എല്ലാം ജപ്തി ചെയ്തു. അതെങ്ങനെ ഗോപാലേട്ടാ? സ്നേഹത്തിലായിരുന്നപ്പോ ഒരുമിച്ച് മദ്യപിച്ചുകൊണ്ടിരുന്ന ഒരു സന്ദർഭത്തിൽ ബാലചന്ദ്രൻ എന്റെ കയ്യിൽ നിന്നൊരു പവർ ഓഫ് അറ്റോണി ഒപ്പിട്ട് വാങ്ങിച്ചിരുന്നു. എടാ, നിന്റെ വീട് എനിക്ക് താമസിക്കാൻ കൊള്ളാവുന്നതല്ല അല്ലേ? പക്ഷേ നിന്റെ വീട്ടിൽ നിന്ന് വെച്ച പൊടിയിരിക്കപ്പോൾ തേങ്ങാ ചമ്മന്തിയുടെ ചക്കപ്പുഴുക്കിന്റെ രുചി ഇപ്പോഴീ നാവിന്ന് മാഞ്ഞിട്ടില്ല. അശ്വനെ, എന്നാ ഉള്ള സൗകര്യത്തിൽ നമുക്ക് അവിടെ കൂടാം ആശാനെ. ശാലി, വിഷ്ണുവിനെല്ലാം നഷ്ടമായെന്ന് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞൊക്കെ വെറുതെയാ. ഈ സൗഹൃദങ്ങളാ വിഷ്ണുവിന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സ്വത്ത്. ഇപ്പൊ തന്നെ വേണോ അതോ കുറച്ചു കഴിഞ്ഞു മതിയോ? ഇപ്പൊ വലിയ അത്യാവശ്യമൊന്നുമില്ല. ഇപ്പോഴത്തെ ആവശ്യം ഈ തിളയ്ക്കുന്ന വെള്ളത്തിലിടാനേ ഒരു നാഴി അരിയ. ഇതുപോലെ വെള്ളം അനത്തിയിട്ട് മൊത്തം വറ്റിപ്പോയ ദിവസങ്ങളും ഉണ്ട്. അരി വാങ്ങാനെന്ന് പറഞ്ഞു പോയവൻ ഒടുവില് രാത്രി ഇളിച്ചോണ്ടേ തലയും ചൊറിഞ്ഞോണ്ട് കയറി വരും. ആശാൻ അത്യാവശ്യമായിട്ട് ഒരു ജോലി ഏൽപ്പിച്ചു, അതിന്റെ പിന്നാലെ പോയെന്നും പറഞ്ഞു. ഇന്നും അങ്ങനെ കേറി വരാനാ പ്ലാനെങ്കിൽ സത്യമായിട്ട് അമ്മേ ഞാൻ ഒരു കലം വെള്ളം കൂടി തിളപ്പിക്കും നിങ്ങളുടെ മോന്റെ മുഖത്തൊഴിക്കാൻ. ആ സത്യമാമയുടെ മോനുമായിട്ടുള്ള കമ്പനി എന്ന് നിങ്ങളുടെ മോൻ നിർത്തുന്നുണ്ടോ അന്നേ ഈ കുടുംബം രക്ഷപ്പെടും. ആശാനെ, ധൈര്യമായിട്ട് ഇറങ്ങിക്കോ. നീ ഇങ്ങനെ കിടന്ന് ചിലക്കണ്ട, അവൻ വന്നെന്ന് തോന്നുന്നു.
നോക്കട്ടെ, അരി ഇല്ലാതാ ഇന്ന് അവൻ വന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ കാഴ്ചയില്ലേ, അതിന് വൈകുന്നേരം വരെ കാക്കണ്ട. എന്റെ വീട്ടിൽ വന്നിട്ട് ആശാൻ ഓട്ടോ കാശ് കൊടുക്കാനോ? നടക്കില്ല ആശാനെ. എത്ര കേട്ടോ? 90. എത്ര? 90. എടാ നിന്നോട് അരി ആശാനുണ്ട്. ആശാൻ വാ. ആശാനെ എന്തൊക്കെ വെച്ചില്ല സുഖം തന്നെയല്ലേ? ഓ സുഖം തന്നെ വിഷ്ണു. ആ വിഷ്ണുമോനെ, ശാലിമോളെ, ഇത് പ്രീതിമോളുടെ കുഞ്ഞല്ലേ? ഇങ്ങോട്ടൊന്ന് തന്നെ വാ മക്കളെ, വാ. ആ ആ. ഏട്ടത്തിയമ്മേ, ഇതെന്റെ അമ്മ ഇന്ദുമതി, ഇതെന്റെ ചേച്ചി വിജില.